ന്യായാധിപന്മാർ 17-ാം അധ്യായം. എഫ്രൈം മലനാട്ടിൽ മീഖാവ് എന്നു പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അവൻ തൻ്റെ അമ്മയോട്, നിനക്കു കളവ് പോയതും നീ ഒരു ശപഥം ചെയ്തു ഞാൻ കേൾക്കെ പറഞ്ഞതുമായ 1100 വെള്ളിപ്പണം ഇതാ എൻ്റെ പക്കൽ ഉണ്ട്. ഞാനാകുന്നു അത് എടുത്തത് എന്നു പറഞ്ഞു. എൻ്റെ മകനെ, നീ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്നു അവൻ്റെ അമ്മ പറഞ്ഞു. അവൻ 1100 വെള്ളിപ്പണം അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ, കൊത്തുപണിയും വാക്കുപണിയതുമായ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാൻ ഞാൻ ഈ വെള്ളി എൻ്റെ മകനു യഹോവയ്ക്കു നേർച്ച നേർന്നിരുന്നു. ആകയാൽ ഞാൻ ഇത് നിനക്ക് മടക്കി തരുന്നു എന്ന് പറഞ്ഞു. അവൻ വെള്ളി തൻ്റെ അമ്മയ്ക്ക് മടക്കി കൊടുത്തപ്പോൾ അവൻ്റെ അമ്മ 200 വെള്ളിപ്പണം എടുത്തു തട്ടാൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ അതുകൊണ്ട് കൊത്തുപണിയും വാർപ്പണിയുമായ ഒരു വിഗ്രഹമുണ്ടാക്കി. അതു മീഖാവിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. മീഖാവിന് ഒരു ദേവനിരമുണ്ടായിരുന്നു. അവനൊരു ഏഫോദും ഗ്രഹബിംബവും ഉണ്ടാക്കിച്ചു. തൻ്റെ പുത്രന്മാരിൽ ഒരുത്തനെ കരപൂരണം കഴിച്ചു. അവൻ അവൻ്റെ പുരോഹിതനായി തീർത്തു. അക്കാലത്ത് ഇസ്രായേൽ രാജാവായിരുന്നു. ഓരോരുത്തൻ ബാധിച്ചതുപോലെ നടന്നു. യഹൂദയിലെ ബേത്ത്ലേഹേമ്യനായ യഹൂദ ഗോത്രത്തിൽ നിന്ന് വന്നിരുന്ന ഒരു യുവാവ് ഉണ്ടായിരുന്നു. അവൻ ലേവ്യനും അവിടെ വന്നു പാർത്തവനും അത്രയും. തരം കിട്ടുന്നിടത്തു ചെന്നു പാർപ്പാൻ വേണ്ടി അവൻ യഹൂദയിലെ ബേത്ത്ലേഹേം പട്ടണം വിട്ടുപുറപ്പെട്ടു. തൻ്റെ പ്രയാണത്തിൽ എഫ്രൈം മലനാട്ടിൽ മീഖാവിൻ്റെ വീട് വരെ എത്തി. മീഖാവ് അവനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അവൻ യഹൂദയിലെ ബേത്ത്ലേഹേമിൽ നിന്ന് വരുന്ന ഒരു ലേവ്യനാകുന്നു. തരം കിട്ടുന്നിടത്ത് പാർപ്പാൻ പോവുകയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. മീഖാവ് അവനോട്, നീ എന്നോടുകൂടെ പാർത്തു എനിക്കും പിതാവിനും പുരോഹിതനായിരിക്കാം. ഞാൻ നിനക്ക് ആണ്ടിൽ 10 വെള്ളിപ്പണം ഉടുപ്പും ഭക്ഷണവും തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ലേവ്യൻ അകത്തു ചെന്നു. അവനോടുകൂടെ പാർപ്പാൻ ലേവ്യന് സമ്മതമായി. ആ യുവാവ് അവനു സ്വന്തം പുത്രന്മാരിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നു. മീഖാവിനു ലേവ്യനെ കരപൂരണം കഴിച്ചു. യോവാബ് അവന് പുരോഹിതനായി തീർന്നു. മീഖാവിൻ്റെ വീട്ടിൽ പാർത്തു. ഒരു ലേവ്യൻ തനിക്ക് പുരോഹിതനായിരിക്കയാൽ യഹോവ എനിക്ക് നന്മ ചെയ്യുന്നു എന്ന് ഇപ്പോൾ തീർച്ച തന്നെ എന്ന് മീഖാവ് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരക്കുമോ.